നമസ്കാരം. ഭാര്യാഭർത്തൃ കലഹം, കുടുംബത്തിൽ കലഹം ഒരു പരിധിവരെ ഇപ്പം എല്ലായിടത്തും ഉണ്ട്. കാരണം ഈ അനുകരണങ്ങളാണ് കൂടുതൽ കാരണം. അത് മറ്റുള്ളവർക്കുള്ളത് എനിക്കും വേണം, അത് വേണം, ഇത് വേണം എന്ന് പറയും. കിട്ടുന്ന ശമ്പളം കൊണ്ട് അതിനെ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് വലവും ചെലവും താരതമ്യപ്പെടുത്തി ജീവിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ നമ്മളെല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ ആഗ്രഹം സാധിച്ചേ പറ്റുള്ളൂ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിന് മാർഗങ്ങൾ കണ്ടുപിടിക്കണം. അതിന് കലഹിച്ചിട്ടോ വഴക്കുണ്ടാക്കിയിട്ടോ കാര്യമില്ല. ഇപ്പോൾ നിരന്തരം കലഹമുള്ളൊരു വീട്ടിലാണെങ്കിൽ ഉടനെ തന്നെ എന്താ ചെയ്യേണ്ടത്? ഒരു പ്ലെയിൻ ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് അതിൽ കുറച്ച് തേനൊഴിച്ച് വയ്ക്കുക. 3 ദിവസം കഴിയുമ്പോഴേക്കും ആ കലഹത്തിന് ശക്തി കുറയും. പിന്നെ കല്ലുപ്പും ഒരു പരിധിവരെ നല്ലതാണ്. കല്ലുപ്പിനകത്ത് ഗ്രാമ്പൂ ഒക്കെ ഇട്ട് വെച്ചാലും ഒരു പരിധിവരെ ഈ ദോഷങ്ങൾ തീരും. അതേപോലെ കറുവാപ്പട്ടയിൽ നമ്മുടെ പേരെഴുതി അതിൻ്റെ കൂടെ ഗ്രാമ്പൂവും ഒരു ഏലക്കായിട്ട് കർപ്പൂരമിട്ട് കത്തിച്ച് ആ റൂമിൽ വെച്ചാലും നമ്മളിൽ വന്നിരിക്കുന്ന കണ്ണ് ദൃഷ്ടി, നെഗറ്റീവ് ശക്തികൾ ഇതെല്ലാം വിട്ടുപോകുന്നതാണ്. രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് വീടിൻ്റെ മുൻവശത്തായിട്ട് ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലോ എന്തെങ്കിലും ഒന്നിൽ കുറച്ച് വെള്ളമൊഴിച്ച് കുറച്ച് കല്ലുപ്പും മഞ്ഞപ്പൊടിയിട്ട് കിടക്കുക. രാവിലെ എഴുന്നേറ്റ് മിറ്റമൊക്കെ തൂത്ത് കഴിയുമ്പോൾ ഈ വെള്ളം തളിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്ന നെഗറ്റീവ് ശക്തികളെല്ലാം പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഒരു തിക്കുമുട്ടൊന്നും ഉണ്ടായിന്ന് വരില്ല. കണ്ണ് ദോഷം എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമല്ല, ചിലർക്ക് മനസ്സ് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പറ്റിയത് വരും. ചിലർക്ക് നമ്മുടെ സമയദോഷമാണെങ്കിൽ പറ്റിയത് വരും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ തേങ്ങ വെച്ച് മുട്ടിറക്കിയൊക്കെ നമുക്ക് കളയാം. നമുക്ക് സ്വന്തമായിട്ട് മുട്ടിറക്കാം, അമ്പലത്തിൽ കൊടുത്തും ചെയ്യാം. ഇങ്ങനെ ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുടുംബകലഹത്തിന് ഒരു പരിധിവരെ മാറും. കുട്ടികളുടെ വിദ്യാഭ്യാസം, നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ സുപ്രഭാതത്തിൽ പഠിക്കാതിരിക്കുകയാണ്. എന്താ കാരണം? ആദ്യം തന്നെ അവർ ജാതകം പരിശോധിക്കാം. അവരുടെ സമയദോഷമാണോ, അല്ലെങ്കിൽ അവരുടെ ദശാസന്ധി ദോഷമാണോ, അല്ലെങ്കിൽ ശനിയുടെ പിഴയാണോ എന്താണെന്ന് നോക്കിയിട്ട് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തതോടൊപ്പം തന്നെ ഈ കുട്ടിക്ക് പഠിക്കാനായിട്ട് നെയ്യ് ജപിച്ച് അല്ലെങ്കിൽ കൽക്കണ്ടവും പെരിഞ്ജീരകവും, അതായത് 4% കൽക്കണ്ടവും 1% പെരിഞ്ജീരകവും ഇട്ട് പൊടിച്ച് സരസ്വതി മന്ത്രം ജപിച്ച് ദിവസവും രാവിലെ കുട്ടികളുടെ നാക്കത്ത് കൊടുക്കുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും. ഇപ്പം സരസ്വതി മന്ത്രം തന്നെ വേണമെന്നില്ല, നമ്മുടെ അതാത് ഏത് ഇതിലാണോ നമ്മൾ വിശ്വസിക്കുന്നത് ആ രീതിയിലുള്ള മന്ത്രങ്ങളൊക്കെ ജപിച്ച് ആ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ബുദ്ധിയും ബോധവും ഒക്കെ ഉണ്ടാവും, പരീക്ഷയ്ക്ക് എഴുതാനൊക്കെ സാധിക്കും. പിന്നെ അതേപോലെ തന്നെ റേക്കി കൊണ്ട് നമ്മൾ എക്സാമിനൊക്കെ പോകുന്ന കുട്ടികൾ പഠിച്ചതുകൊണ്ട് എനിക്ക് എഴുതാൻ കിട്ടുന്നില്ല, എന്താ ചെയ്യുക? അപ്പോൾ നമ്മൾ റേക്കി കൊണ്ട് ഹീലിംഗ് ചെയ്താൽ ആ കുട്ടികൾക്ക് അത് പഠിച്ച കാര്യങ്ങൾ എഴുതാൻ കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രോസസ്സ് കൂടി റേക്കി കൊണ്ട് നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും. ഇതെല്ലാം റേക്കിയുടെ ഓരോ വിധ ഭാഗങ്ങളാണ് ഇതൊക്കെ.